ഹലോ ഗൈസ്, അപ്പോൾ ഈ ഒരു ചൂടിനും അതുപോലെ തന്നെ നമ്മുടെ നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ കസ്റ്റർഡ് ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഗീ ഒഴിച്ചിട്ട് നമുക്ക് വെർമസിലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തണുക്കാൻ വെക്കാം. അത് ചൂടാറുമ്പോഴേക്കും നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായി ബോയിലാവട്ടെ. ഇനി ഒരു ബൗൾ എടുത്തിട്ട് 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കാം. അതിലേക്ക് നമുക്കൊരു കുറച്ച് പാലൊഴിച്ചിട്ട് കട്ടൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്ത് വെക്കാം. പാല് ബോയിലായിട്ട് വരുമ്പോൾ നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അങ്ങനെ ഇതാ നമ്മുടെ വെർമിസെല്ലി നമുക്ക് പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി അതിൽ കിടന്നിട്ട് വെന്തോളും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഡ്രിങ്കൊക്കെ കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണമൊക്കെ പകുതി മാറി കിട്ടും. പിന്നെ അത്യാവശ്യം റിച്ചാണ്. നമ്മൾ നട്ട്സൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഫ്രൂട്ട്സൊക്കെ ചേർക്കുന്നതുകൊണ്ടും അത്യാവശ്യം റിച്ചായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വന്നപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനി പെട്ടെന്ന് തിക്കായി കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാത്തവർക്ക് ഷുഗർ ആഡ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ മിൽക്ക് മെയ്ഡ് ആകുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണുള്ളത്. ഇനിയിപ്പോൾ ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, അപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കസ്കസൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ കസ്കസ് നമ്മൾ നേരത്തെ തന്നെ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കസ്കസൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇനി ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഫ്രൂട്ട്സ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത് ആപ്പിളും പിന്നെ അതുപോലെ തന്നെ പഴമാണ് കേട്ടോ. പിന്നെ കുറച്ച് ഗ്രേപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പൊമഗ്രാനൈറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ പൊമഗ്രാനൈറ്റ് ഇല്ലാത്ത കാരണം ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പൈനാപ്പിൾ പിന്നെ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമില്ലാത്ത കാരണം അതും ആഡ് ചെയ്തിട്ടില്ല. പൈനാപ്പിളൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഇതാ ഒരു 4-5 ചെറുപഴം എടുത്തിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്യാം. ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിനി ഇതിലേക്ക് നട്ട്സും കൂടെ ആഡ് ചെയ്യാം. നട്ട്സ് ഇപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂനട്ടും പിന്നെ അതുപോലെ തന്നെ ആൽമണ്ടും ആണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആൽമണ്ട് നമ്മൾ കുതിർത്തിയിട്ട് അതിൻ്റെ തോലൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു നട്ട്സിൻ്റെ ടേസ്റ്റും കൂടി ആയാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യാം. പിന്നെ ഒരു ഭംഗിക്ക് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഗ്രേപ്പ് ആഡ് ചെയ്തത്. പക്ഷേ ഇതിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും കാണാനില്ല ബ്ലാക്ക്. എന്നാലും അവിടെ എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം. പിന്നെ വല്ലാതെ പുളിയുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അങ്ങനെ അതാ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് ചില്ല് ചെയ്തിട്ടെടുക്കാം. നോമ്പ് തുറന്ന് എല്ലാവർക്കും ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ മടിയായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും കഴിച്ചു പോകും. അങ്ങനെ അതാ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളിതാ സെർവ് ചെയ്യാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കി നോക്ക്. എന്തായാലും ഇഷ്ടമാവും. പിന്നെ ആ നോമ്പ് തുറക്കുന്ന ടൈമിൽ എന്ന് പറഞ്ഞാൽ നല്ല ദാഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് കുറേ വെള്ളം കുടിക്കുന്നതിന് പകരം ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഹെൽത്തിയാണ്. എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്, നട്ട്സും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ബൈ.